അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, തുടർന്ന് സൂറത്ത് മുദ്ദസ്സിർ പറയുന്നത് കല്ലാ ഇന്നഹു കാന ലി ആയാതിന അനീദ സഉർഹിഖുഹു സഊദ എന്നാണ്. അപ്പോൾ വലീദിന് അല്ലെങ്കിൽ വലീദിനെ പോലുള്ള ഇസ്ലാമിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന, അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിഷേധികളായിട്ടുള്ള ശത്രുക്കൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഇത്തരം സൗകര്യങ്ങൾ, ഈ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണ് എന്നാണ് ഇനി പറയുന്നത്. ഇന്നഹു കാനലി ആയാത്തിന അനീദ, നമ്മളുടെ ആയത്തുകളോട് വലിയ മാത്സര്യം പ്രകടിപ്പിക്കുന്ന ആളായിരുന്നു ഇയാൾ. ഇത്തരത്തിലുള്ള ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത്. ആയാത്ത്, ഇന്നഹു കാനലി ആയാത്തിന, ആയത്ത് എന്നതിൻ്റെ ബഹുവചനാണ് ആയാത്ത്. ആയാത്ത് അല്ലെങ്കിൽ ആയത്ത് എന്നതുകൊണ്ട് എന്തൊക്കെ അർത്ഥമാണ് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? അവിടെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളുണ്ട്, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുണ്ട്, മനുഷ്യജീവിതത്തിൽ മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട നിയമനിർദ്ദേശങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, പൂർവ്വ സമൂഹങ്ങളുടെ സംഭവ വിവരണങ്ങളുണ്ട്. ഇതൊക്കെ ഈ ആയത്തിൽ പെടുന്ന സംഗതിയാണ്. ഇവിടെ വലീദിനെ പോലുള്ള അല്ലെങ്കിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾ കൈക്കൊള്ളുന്ന നിലപാടെന്താണ്? ഇനാദ് എന്ന് അറബിയിൽ പറഞ്ഞാൽ മാത്സര്യം എന്നാണ്. കടുത്ത മാത്സര്യം എന്ന് പറഞ്ഞാൽ സത്യത്തോട് ഒരു നിലക്കും ആഭിമുഖ്യം പുലർത്താതെ അതിനെ ഏതൊക്കെ അർത്ഥത്തിൽ പരാജയപ്പെടുത്താനാകുമോ, അവമതിക്കാനാവുമോ, ഈ രീതിയിലൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമീപനത്തിനാണ് ഇനാദ് എന്ന് പറയാം. അപ്പോൾ കടുത്ത വിരോധിയായിരുന്നു, നമ്മുടെ ആയത്തുകളുടെ നിർദ്ദേശങ്ങളുടെ കടുത്ത വിരോധിയായിരുന്നു ഈ മനുഷ്യൻ എന്നാണ്. അതാരെ സംബന്ധിച്ചാലും ഇത്തരത്തിലുള്ള ഏതാൾക്കും ഫിറ്റായിട്ടുള്ള പ്രയോഗമാണത്. അത് വലീദിന് മാത്രം പറ്റുന്നൊരു സംഗതിയല്ല, ജബ്ബാറിനടക്കം ഫിറ്റായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇന്നഹു കാനലി ആയാത്തിന അനീദ, ഇയാൾ ഈ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ അയാൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് പകരം നമ്മളുടെ നിർദ്ദേശങ്ങളോട് കടുത്ത വിരോധം പുലർത്തുക എന്നുള്ളതാണ്. വിയോജിപ്പ് മാത്രമല്ല, കടുത്ത വിരോധം പുലർത്തുക എന്നതാണ് ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് എന്ന് മാത്രം. അതുകൊണ്ട് സംഭവിക്കുക എന്താണ്? ഈ വിരോധം പുലർത്തുന്ന, കടുത്ത വിരോധം പുലർത്തുന്ന ആളുകൾ അവർക്കൊരിക്കലും സത്യത്തെ അംഗീകരിക്കാൻ കഴിയില്ലാന്നുള്ളതാണ്. കാരണം അവർ സത്യം അംഗീകരിക്കണം, സത്യം മനസ്സിലാക്കണം എന്നുള്ള ആൾക്കാരല്ല അവർ മുമ്പോട്ട് പോകുന്നത്. സത്യത്തെ എങ്ങനെ തകർക്കാൻ കഴിയുമെന്നാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സത്യം അംഗീകരിക്കാൻ കഴിയില്ല, അത് മനസ്സിലാവില്ല, അതിൻ്റെ പക്ഷത്തേക്ക് ചായാനും അവർക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ധിക്കാരികളായിട്ടുള്ള, നിഷേധികളായിട്ടുള്ള, വിരോധികളായിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? സഉർഹിഖുഹു സഊദ, നമ്മൾ സഉർഹിഖുഹു അവനെ നിർബന്ധിക്കാൻ പോകുന്നുണ്ട്. അർഹഖ യുർഹിഖു പറഞ്ഞാൽ ഒരു സംഗതി ചെയ്യാൻ നിർബന്ധിക്കുക. എന്താണ് ഇവിടെ നിർബന്ധിക്കുന്നത്? സഊദ് എന്ന് പറഞ്ഞാൽ സഈദ എന്ന് അറബിയിൽ പറഞ്ഞാൽ കയറി പോവാന്നാണ്. ഈ കയറ്റം എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് ഇറക്കത്തേക്കാൾ പലപ്പോഴും പ്രയാസം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. അക്കൂട്ടത്തിൽ സഊദ് എന്നത് ഒന്ന് ക്രിയാധാതു എന്നുള്ളവർക്ക് കയറാൻ നിർബന്ധിക്കുക എന്നതിനർത്ഥം പറയാം. ഇനി സായിദ് കയറി പോകുന്നവൻ എന്നതിൻ്റെ അതിശയോക്തി പ്രയോഗം അല്ലെങ്കിൽ കൂടുതൽ അർത്ഥമാനങ്ങളുള്ള പ്രയോഗം എന്നുള്ളവർക്ക് സഊദ് പറഞ്ഞാൽ വളരെ പ്രയാസകരമായി കയറുന്ന ആളാക്കി നമ്മൾ അവനെ മാറ്റുന്ന. അപ്പോൾ ഈ വളരെ പ്രയാസകരമായിട്ടുള്ള കയറ്റം എന്ന് പറയുന്നത് എന്താണ്? അത് ഹദീസുകളിൽ, തഫ്സീറുകളിലൊക്കെ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ഭൗതിക ജീവിതത്തിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവന് അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യൻ, അയാൾ കേവലം ഒരു നിഷേധി മാത്രമല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്ന ഒരാൾ കൂടിയാണ്. അതോടൊപ്പം ഈ സത്യത്തോട് ശത്രുത പുലർത്തുന്ന കൊടും ഭീകരനാണ് അയാൾ. അങ്ങനെയുള്ളൊരു മനുഷ്യന് കിട്ടാൻ പോകുന്നത് സാധാരണ നിഷേധികൾക്ക് ലഭിക്കുന്ന ശിക്ഷയേക്കാൾ
കടുത്ത ശിക്ഷയാണ്. അത് ദുനിയാവിൽ ചിലപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പരലോക ജീവിതത്തിൽ എന്തായാലും അത് അയാൾ അനുഭവിക്കേണ്ടി വരും. അവിടുന്ന് അയാൾക്ക് ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലാണല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നിഷേധഭാവം, അയാളുടെ സത്യത്തോടുള്ള അകലം പാലിക്കൽ, അതിനോടുള്ള ശത്രുത, ഇതിൻ്റെ ഒക്കെ അളവ് കണക്കാക്കിയിട്ടാണ് ഒരാൾക്ക് പരലോകത്ത് ശിക്ഷ നൽകുക. അപ്പോൾ ഇവിടെ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും തന്നെ സഹിക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത ശിക്ഷയാണ് അവർക്ക് ലഭിക്കാൻ പോണത്. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഉർഹിഖുഹു സഊദ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ബാലി കയറാമല എന്നൊക്കെ പറയുന്നത്, ബാലി കയറാമല പറഞ്ഞാൽ ഒരു കുരങ്ങിന് പോലും കയറി പോകാൻ പറ്റാത്ത മല. അങ്ങനെയുള്ള ഒരു പർവ്വതം കയറാൻ വേണ്ടി ഒരാളെ നിർബന്ധിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തീരെ സഹിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് കടുത്ത ശിക്ഷയാണ് നമ്മൾ അവർക്ക് നൽകാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ജബ്ബാറിനെ പോലുള്ള ആളുകൾ പറയും അള്ളാഹ് പേടിപ്പിക്കുകയാണെന്നാണ്. മനുഷ്യ ജീവിതത്തിൽ പേടി, അതുപോലെ തന്നെ പ്രതീക്ഷ, ആശങ്ക, ആഗ്രഹം, അപ്പോൾ ആശ, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇതിനെ തുടർന്നാണ് മനുഷ്യൻ ഇവിടെ തന്നെ ഭൂമിയിലെ ജീവിതത്തിൽ പോലും അവൻ്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും അതിൽ നയങ്ങൾ സ്വീകരിക്കുകയും അതിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ അതൊക്കെ ചെയ്യാം. എന്നാൽ മനുഷ്യൻ അവൻ്റെ ജീവിതം ഇവിടെ ദുനിയാവിൽ അവസാനിക്കുന്നില്ല എന്നും ഈ ജീവിതം, ഇവിടെ തുടങ്ങിയ ജീവിതം അത് തുടരുകയാണ്. മരണമെന്ന് പറയുന്നത് ഒരു ജീവിതഘട്ടത്തിൽ നിന്ന് മറ്റൊരു ജീവിതഘട്ടത്തിലേക്കുള്ള വഴിമാറ്റമാണ്. ഏതുപോലെ ഗർഭസ്ഥ ശിശു തൻ്റെ മാതാവിൻ്റെ ഗർഭത്തിൽ കഴിഞ്ഞുകൂടുന്ന ആ അവസ്ഥയിൽ നിന്നുള്ളൊരു മാറ്റമാണ് ജനനം എന്ന് പറയുന്നത്. ദുനിയാവിലേക്ക് ജനിക്കുക എന്ന് പറയുന്നത് അതാ. അപ്പോൾ ഒരു ലോകത്ത്, ഗർഭമാകുന്ന ലോകത്ത് ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ശിശു ഭൂമിയിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് അയാൾ വളർന്ന് വലുതായിട്ടില്ലെങ്കിൽ പോലും മരിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള മാറ്റമാണ്. അത് എന്നേക്കുമായിട്ടുള്ള നാശമല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ മാത്രമല്ല ലോകത്തുള്ള ഏത് മതത്തിൻ്റെയും കാഴ്ചപ്പാടാണ്. ഇന്നമാ ഖുലിഖ്തും ലിൽ അബദ്, നിങ്ങളെ എന്നേക്കുമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ജീവിതം അവസാനിക്കാതെ തുടർ ജീവിതം നൽകപ്പെടുന്ന മനുഷ്യനോട് നിൻ്റെ ബാക്കി തുടർ ജീവിതത്തിൽ നിനക്ക് വിജയം വേണമോ പരാജയം വേണമോ? ഇതാണ് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം. നിനക്ക് വിജയം വേണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് നീ ജീവിക്കണം. അതല്ല എങ്കിലോ? ഇവിടെ അള്ളാഹു ഒന്ന് മനുഷ്യനെ താക്കീത് നൽകുകയാണ്, രണ്ടാമത്തെ അതിനെ പേടിപ്പിക്കുന്നതാണ്. പേടിപ്പിക്കേണ്ടതുണ്ട്. പേടിക്കുമ്പോഴാണ് മനുഷ്യൻ അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം. അപ്പോൾ പേടിപ്പിക്കുക എന്നുള്ളത് അത്ര മോശപ്പെട്ട ഒരു സംഗതിയൊന്നുമല്ല. അപ്പോൾ ഒരു ഗവൺമെൻറ് കുറ്റവാളികൾക്ക് ഇന്ന ശിക്ഷകളൊക്കെ നൽകുമെന്ന് പറഞ്ഞാൽ കേവലം അവരെ തലോടുക എന്നുള്ളതല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരാ കുറ്റത്തിൽ നിന്ന് മുക്തരായി മാറി നിന്ന് അവർ ശരിയായിട്ടുള്ള രീതിയിലൂടെ പോകണമെങ്കിൽ കുറച്ച് അവരെ പേടിപ്പിക്കേണ്ടി വരും. അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ ഖുർആൻ ഇവിടെ അള്ളാഹു ഇവിടെ പേടിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ അലോസരപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. പേടിപ്പിക്കേണ്ടതുണ്ട്, താക്കീതിൽ പേടിപ്പിക്കുക എന്നുള്ള സംഗതി ഉണ്ട്. അതുപോലെ തന്നെ സന്തോഷവാർത്ത നൽകുന്നതിൽ മനുഷ്യന് ആശ്വാസം നൽകുക എന്നുള്ള സംഗതിയുണ്ട്. ഇവിടെ രണ്ട് ഇരട്ട സംഗതികളാണ്. ഒന്ന് ആശ്വസിപ്പിക്കുമ്പോൾ മറ്റൊന്ന് പേടിപ്പിക്കുക. സന്തോഷവാർത്ത നൽകുമ്പോൾ മുന്നറിയിപ്പ് നൽകുക. ഈ രണ്ടും ഒരുപോലെ നടക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഈ പേടിപ്പിക്കൽ യഥാർത്ഥത്തിൽ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, അവനെ ജീവിത വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ഉപയുക്തമായിട്ടുള്ള ഒരു സംഗതി എന്നുള്ളതിനാണ് വിശുദ്ധ ഖുർആനി താക്കീത് നൽകുന്നത്. സഉർഹിഖുഹു സഊദ. അപ്പോൾ ഇതിനെ ഒക്കെ ചോദ്യം ചെയ്യുകയും ഇതിലൊന്നും ഒരർത്ഥവുമില്ല, മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന യാതൊരു ആശയവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജബ്ബാർ ഒച്ച വെക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഒന്നുകിൽ ജബ്ബാറിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല എന്നുള്ള, അപ്പോൾ അയാളൊരു മന്ദബുദ്ധിയാണെന്ന് വരും. അതല്ലെങ്കിൽ അയാൾ
എത്ര തന്നെ യാഥാർത്ഥ്യം മുമ്പിൽ കണ്ടാലും അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല, എന്നെ തല്ലണ്ട അമ്മാമ, ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന ആ പഴയ മരുമകൻ്റെ റോളാണ് ഇവിടെ ജബ്ബാർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജബ്ബാറിനെ പോലുള്ള ആളുകളെ തല്ലിയിട്ട് കാര്യമില്ല, അവർ നന്നാവില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഈ തീരുമാനം അവർക്ക് പിന്നീട് വിനയായി മാറും എന്ന് ജബ്ബാർ അടക്കമുള്ള ഇത്തരം ആളുകളെയാണ് ഇവിടെ ഖുർആൻ താക്കീത് നൽകുന്നത് എന്നുകൂടി അവർ മനസ്സിലാക്കുന്നത് അവർക്ക് തന്നെ നല്ലതാണ്. അവരുടെ ഈ ജീവിതത്തിന് മാത്രമല്ല, മരണാനന്തര ജീവിതത്തിൽ കൂടി അവർക്ക് നല്ലതാണ് അത് എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ.